പ്രിയപ്പെട്ട ഭാവിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആത്മകഥകൾ എന്ന ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്ലാസ്സാണ്. 2021 മുതൽ ഇതുവരെയുള്ള 2026 വരെയുള്ള കാലഘട്ടത്തിൽ PSC പരീക്ഷകളിൽ വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ആത്മകഥകളെ പറ്റിയുള്ള ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. PSCയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം കാലം സാക്ഷി എന്ന ആത്മകഥയെ പറ്റി നോക്കാം. കാലം സാക്ഷി എന്ന ആത്മകഥ നമ്മുടെ മുൻപത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. കേരള മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി? എൻ്റെ ചോദ്യം ഇതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി? അതിന്റെ ആൻസർ നിങ്ങൾ കമന്റായിട്ട് ഇടുക. അടുത്തത് കൊഴിഞ്ഞ ഇലകൾ. ചിലർക്ക് ഇപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ മനസ്സിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ആൻസറാണ് ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ EMS മന്ത്രിസഭ, കേരളത്തിൻ്റെ ആദ്യത്തെ EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. മുകളിൽ പറഞ്ഞത് കാലം സാക്ഷി, അത് ഉമ്മൻചാണ്ടി, നമ്മുടെ മുൻപത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെയാണ്. എങ്കിൽ ഇത് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആണ്. പിന്നെ നിങ്ങൾ ധവള വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവം. നമ്മുടെ ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് വർഗീസ് കുര്യനാണ്. വർഗീസ് കുര്യൻ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. അതാണ് ഐ ടു ഹാഡ് എ ഡ്രീം. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ പരമായിട്ടുള്ള പുസ്തകം. വർഗീസ് കുര്യൻ, നമ്മുടെ ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഐ ടു ഹാഡ് എ ഡ്രീം. പിന്നെ ആത്മകഥയ്ക്കൊരു ആമുഖം എന്ന പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആത്മകഥയ്ക്കൊരു ആമുഖം, ഇത് ഓക്കെ. ആത്മകഥയ്ക്കൊരാമുഖം എന്ന ആത്മകഥ എഴുതിയ വ്യക്തിയാണ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അഗ്നിസാക്ഷി എന്ന നോവലിന്റെ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. ഓക്കെ, ആത്മകഥയ്ക്കൊരാമുഖം, അതാണ് ലളിതാംബിക അന്തർജനം. ഇവിടെ 4 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാലം സാക്ഷി, കൊഴിഞ്ഞ ഇല, ഐ ടു ഹാഡ് എ ഡ്രീം, ആത്മകഥയ്ക്കൊരാമുഖം. ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കണം. കാര്യം ഇതൊക്കെ എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചോദിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് പഠിച്ച് വെച്ചോളൂ. ഇതൊരു ബോക്സ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ടിരിക്കും. പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി അടുത്തത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയെ പറ്റി നോക്കാം. എൻ്റെ വഴിത്തിരിവ്. ഇത് നല്ലൊരു പുസ്തകമാണ്, ശരിക്കും നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾ വായിക്കണം. സീരിയസ്ലി ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾ വായിക്കണം. ഈ പുസ്തകം വായിക്കണം. എല്ലാം വായിക്കണം എങ്കിലും ഒന്ന് ഞാൻ ഈ പേരെടുത്ത് പറയുകയാണ്, ഇതൊന്ന് വായിക്കണം. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ്. നമ്മുടെ മലയാള സിനിമ ഗോഡ് ഫാദറിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് അഞ്ഞൂറാൻ ആയിട്ട് അഭിനയിക്കുന്ന ആ വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വ്യക്തിയുടെ പേരാണ് N.N. പിള്ള. N.N. പിള്ള. ഇദ്ദേഹത്തിന് ആത്മകഥയുണ്ട്. അതാണ് ഞാൻ എന്ന ആത്മകഥ എഴുതിയ വ്യക്തിയാണ് N.N. പിള്ള. N.N. പിള്ളയാണ് നമ്മുടെ ഗോഡ് ഫാദറിലെ, മലയാളത്തിലെ ഗോഡ് ഫാദർ സിനിമയിലുള്ള അഞ്ഞൂറാൻ ആയിട്ട് അഭിനയിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഞാൻ. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. എങ്കിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇത് ഇദ്ദേഹത്തിൻ്റെ നാടകമാണ്. ഇത് ബുക്ക്. ഇത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്, എങ്കിൽ ഇത് നാടകമാണ്. ഈ 2 വ്യത്യാസങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കണം. പരീക്ഷ ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് മാറിപ്പോകും. അതുകൊണ്ട് ഇത് വീട്ടിൽ വെച്ച് ഇപ്പം തന്നെ പഠിച്ചങ്ങ് പൊയ്ക്കൊള്ളണം. 2 ചുവപ്പ് വശി പേരോട് തന്നെ അടയാളപ്പെടുത്തി വെച്ച് പഠിച്ചോളാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ ജോർജ് ഓണക്കൂർ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ.
ജോർജ് ഓണക്കൂർ. ഇത് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. 2022 ഈ ഒരു കാര്യം PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2022 ഒരു PSC പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ് ഹൃദയ രാഗങ്ങൾ. ശ്രീകുമാരൻ തമ്പി എന്ന് നിങ്ങൾ കേട്ട് കാണും. ശ്രീകുമാരൻ തമ്പി, അദ്ദേഹത്തിന് ആത്മകഥയുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെണ്ടുലം. ജീവിതം ഒരു പെണ്ടുലം എന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. എങ്കിൽ P. വത്സലയുടെ ആത്മകഥ എന്താണ്? P. വത്സലയുടെ ആത്മകഥ കിളിക്കാലം. P. വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. ഇവിടെ 4 വ്യക്തികളുടെ ആത്മകഥ നമ്മൾ നോക്കിയിട്ടുണ്ട്. VT ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഹൃദയ രാഗങ്ങൾ. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെണ്ടുലം. ഒരുപാട് പുരസ്കാരങ്ങൾ ഈ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യലായിട്ടൊന്ന് ചുവപ്പ് വശിപ്പാരുണ്ട്, മാർക്ക് ചെയ്ത് പൊയ്ക്കൊള്ളണം. പിന്നെ P. വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. ഇവിടെ 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിനകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കിപ്പോണ സമയത്ത് തന്നെ ചില പുസ്തകങ്ങൾ നമ്മൾ അതായത് പ്രത്യേകിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമുള്ളൂ. അതെന്തോ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. അതായത് ചില പുസ്തകങ്ങൾ ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ പറ്റി PSC പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. ഇത് എഴുതിയത് A.L. ബാഷാം. A.L. ബാഷം. ഈ ഒരു പുസ്തകത്തിനെ പറ്റി ഈ പുസ്തകം ആരെഴുതി എന്ന രീതിക്ക് കഴിഞ്ഞ 2025 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷയിലാണ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുസ്തകത്തിനെ പറ്റി പറയുമ്പോൾ ഈ പുസ്തകം ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അതായത് 2020 കൊറോണ കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ ആ കൊറോണ കാലഘട്ടത്തിനകത്ത് നമുക്ക് വീട്ടിൻ്റെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു സമയം സ്പെൻഡ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകമാണ് ഇതാണ് പുസ്തകം. അന്ന് വായിച്ചിട്ടുള്ള പുസ്തകമാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. ഇതാണ് എൻ്റെ കയ്യിലുള്ള പുസ്തകം. ഈ പുസ്തകം വായിച്ച് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി പറയണമെന്നല്ല, ഞാൻ വായിച്ച് തീർന്ന കാര്യമാണ്. നല്ല പുസ്തകമാണ്. നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾ വായിക്കണം. സീരിയസ്ലി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ പുസ്തകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇന്ത്യൻ പോളിറ്റി. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് M. ലക്ഷ്മികാന്ത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ഉണ്ടെങ്കിൽ അത് വായിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നിങ്ങൾ ഡിഗ്രി പരീക്ഷകളുണ്ടല്ലോ, ഇപ്പം സബ് ഇൻസ്പെക്ടർ പരീക്ഷ പോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ IAS പരീക്ഷ എഴുതണമെങ്കിൽ പോലും ഇന്ത്യൻ പോളിറ്റി എന്ന പുസ്തകം M. ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം ഉറപ്പായിട്ടും വായിച്ചിട്ടേ പരീക്ഷ എഴുതാൻ വേണ്ടി പോകാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകം എൻ്റെ ഉണ്ട്. അതാണിത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഞാൻ 2019 കാലഘട്ടത്തിലാണ് PSC പഠിപ്പിക്കുന്ന രീതിക്ക് ഇറങ്ങിയിട്ടുള്ളത്. 2019 കാലത്തിലാണ് ഞാൻ ആദ്യമായിട്ട് PSC പഠിപ്പിച്ചൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭരണഘടന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ബുക്കുകൾ റെഫർ ചെയ്യേണ്ട സാഹചര്യം വന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കി ഏറ്റവും നല്ല പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ തിരക്കി ഇറക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇതണക്ക് അളിയാ നീ ഈ പുസ്തകം വായിച്ച് നോക്ക്. അതായത് നമ്മൾ ഇന്ത്യൻ പോളിറ്റി എന്നുള്ള ഈ പുസ്തകം നീ വായിച്ചു നോക്ക്. M. ലക്ഷ്മികാന്തിൻ്റെ പുസ്തകമാണ്. നല്ല കിടിലം പുസ്തകമാണ്, നീ വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് വായിച്ച് നോക്കണോ, ഇത് ഉപയോഗമുണ്ടോ എന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞ് ഇല്ല, നീ വായിച്ചു നോക്കും, നീ വായിക്കും, നിനക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള നമ്മളെ ഭരണഘടന അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലിയർ സംഭവങ്ങൾ കിട്ടും. ഒരുപാട് നിനക്ക് നോട്ട്, നീ ഒന്നുമില്ല, നീ PSC പഠിപ്പിക്കണമല്ലേ, നിനക്ക് നോട്ട് റെഫർ ചെയ്യേ, ഇത് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഫ്ലിപ്കാർട്ടോ ആമസോണോ രണ്ടിലേതോ ഒന്നുമില്ല വെച്ചിട്ട് ഞാനാണെങ്കിൽ നിനക്ക് വാങ്ങിച്ച് അന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇത് 5ാമത്തെ എഡിഷനാണ്. ഇപ്പം നിലവിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ 7ാമത്തെ എഡിഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ എന്താണോ അത് വാങ്ങിച്ച് പഠിക്കണം. സീരിയസ്ലി ഞാൻ പറയും. ഇപ്പം നിങ്ങളിപ്പോൾ സിവിൽ സർവീസ് ഇത് ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസിനുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരുപാട് ഭയങ്കര കട്ടിയുള്ള വാക്കുകളൊന്നും ഇത് കൊടുത്തിട്ടില്ല. നമുക്ക് സാധാരണ രീതിക്ക് നമ്മൾ വായിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ പുസ്തകം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് തന്നെ. ബാക്കി ടോപ്പിക്കിലോട്ട് വരാം. ഇവിടെ
PR ശ്രീജേഷ്, നമ്മുടെ മലയാളിയായിട്ടുള്ള PR ശ്രീജേഷിൻ്റെ ആത്മകഥയുണ്ട്. PR ശ്രീജേഷ്. PR ശ്രീജേഷിൻ്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ, ഇതാണ് പുസ്തകം. ഓക്കെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. പിന്നെ ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു PSC പരീക്ഷയിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഒരു PSC പഠിക്കുന്ന നിങ്ങൾക്കൊരു നല്ലൊരു പുസ്തകമാണെന്ന് ഞാൻ റെഫർ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നുള്ള പുസ്തകം PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ആൻസറാണ് AL ഭാഷാം. പിന്നെ അതുപോലെ തന്നെ PR ശ്രീജേഷിൻ്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. അദ്ദേഹം ഏത് മേഖലയിലാണെന്ന് അറിയാമല്ലോ, ഹോക്കി പ്ലെയറാണ് PR ശ്രീജേഷ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അറിയാമോ? അതാണ് കിഴക്കമ്പലം. കിഴക്കമ്പലം പറയുന്നത് എറണാകുളം ജില്ലയിലാണ്. നെൽസൺ മണ്ടേലയുടെ പുസ്തകമാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം, അത് നെൽസൺ മണ്ടേലയുടെ പുസ്തകമാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. എങ്കിൽ ഫ്രീഡം ഫ്രം ഫിയർ, അത് ആരുടെ പുസ്തകമാണ്? ഫ്രീഡം ഫ്രം ഫിയർ, ഇത് ആങ് സാങ് സൂക്കിയുടെ പുസ്തകമാണ്. ആങ് സാങ് സൂക്കിയുടെ പുസ്തകമാണ് ഫ്രീഡം ഫ്രം ഫിയർ. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, ഇത് എഴുതിയത് ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ഇസയ ബെർലിൻ. എങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പുസ്തകം അതാരുടെയാണ്? സ്വാതന്ത്ര്യത്തിലേക്ക്, ഇത് JS മില്ല്. ഈ 4 പുസ്തകങ്ങളുടെ കാര്യത്തിനെ പറ്റിയും 2024 CPO പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു ക്വസ്റ്റ്യനിലാണ് ഈ 4 പുസ്തകങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല, ഫ്രീഡം ഫ്രം ഫിയർ ആങ് സാങ് സൂക്കി, സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ ഇസയ ബെർലിൻ, സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പുസ്തകം എഴുതിയത് JS മില്ല്. പിന്നെ എൻ മഗജെ എന്ന സാഹിത്യ വിഭാഗം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നൊരു ചോദ്യം മുമ്പ് PSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ മഗജെ ഇത് ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നും പറഞ്ഞൊരു PSC ചോദ്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് നോവൽ. ഇത് നോവലാണ്. ആരുടെ നോവലാണ്? അടുത്ത ചോദ്യം, ആരുടെ നോവലാണ്? അത് അംബികാസുധൻ മാങ്ങാടിൻ്റെ നോവലാണ് എൻ മഗജെ. സെറ്റാണല്ലോ, അംബികാസുധൻ മാങ്ങാടിൻ്റെ നോവലാണ് എൻ മഗജെ. ഇത് വരുന്നത് നോവൽ വിഭാഗത്തിലാണ്. ഇതിനെപ്പറ്റി ചോദിച്ചത് 2024 PSC പരീക്ഷയിലാണ്. 2024 PSC പരീക്ഷയിലാണ് ഇങ്ങനെ ചോദ്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ പുസ്തകങ്ങളായിട്ട് പഠിക്കുന്ന സമയത്ത് അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നും കൂടി ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ച് പോകണം. അതിൻ്റെ ഉപയോഗങ്ങളുണ്ട്, അറിയാലോ. നമ്മുടെ പുതിയ അവാർഡുകൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അവാർഡുകൾ, അത് ഏത് കവിതാ സമാഹാരത്തിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ നോവലിനാണെങ്കിൽ അത്, അറിയാലോ. ആ രീതിക്ക് പഠിച്ചു പോകണം. കാര്യം 2024 പരീക്ഷയിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചേ പോകാവൂ. ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിച്ച് മാത്രമേ പോകാവൂ. പിന്നെ അതുപോലെ തന്നെ PN പണിക്കർ എന്ന് നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാം. PN പണിക്കർ. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നീലംപേരൂർ. ഇത് വരുന്നത് ആലപ്പുഴ ജില്ല, ALP ആലപ്പുഴ ജില്ല. ഇതും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതായത് PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ് എന്നും പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. ഇതിന് വരുന്ന 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷ, 10th ലെവലിലുള്ള എക്സാംസിനാണ് ഇത് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് നോക്കി വെച്ചോളാം. ഖസാക്കിൻ്റെ ഇതിഹാസം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു നോവലാണ്. അത് എഴുതിയ ആരാണ്? OV വിജയൻ. OV വിജയൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ 2 പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ പറ്റി PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അത് ഒന്ന് അപ്പുക്കിളി, രണ്ടാമത്തേത് അള്ളാപ്പിച്ച മൊല്ലാക്ക.
മൊല്ലാക്ക. ഈ രണ്ട് ക്യാരക്ടറിനെ പറ്റിയും PSCയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ക്യാരക്ടറും പ്രധാനമായിട്ടും പഠിച്ചു വച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അതാണ് OV വിജയൻ. നമ്മുടെ കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് OV വിജയൻ. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങൾ നിങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് റെഫർ ചെയ്യണം. കാരണം വെച്ചാൽ വായിക്കണം. റെഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വായിച്ച് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല പുസ്തകങ്ങൾ നല്ല രീതിക്ക് എഴുതി നമ്മുടെ ഈ മലയാളത്തിലെ എല്ലാ വ്യക്തികളും നല്ലപോലെ തന്നെ എഴുതുന്നത്. പിന്നെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ പറയണമെന്ന് മാത്രം. ഓക്കെ, ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേ നമ്മളെ ഒരു മനസ്സിനെ ആകർഷിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വേറെ ഇതായിട്ടൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം അള്ളാപ്പിച്ച മൊല്ലാക്ക അതുപോലെ തന്നെ അപ്പുക്കിളി എന്നീ രണ്ട് ക്യാരക്ടറുകൾ ഏതിലാണുള്ളത്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓർമ്മയുമായി ബന്ധപ്പെട്ട 4 പുസ്തകങ്ങൾ നോക്കാം. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് G. ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് G. ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ ഓർമ്മയുടെ തീരങ്ങളിൽ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് തകഴി ശിവശങ്കരപ്പിള്ള. തകഴിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓർമ്മയുടെ അറകൾ എഴുതിയിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇതെല്ലാം കിടിലം പുസ്തകങ്ങളാണ്, നോക്കിക്കൊള്ളാം. അടുത്ത 4-മത്തേത് ഓർമ്മകളുടെ നാട്ടിൽ. ഇത് എഴുതിയത് പുത്തൻകാവ് മാത്തൻ തരകൻ. തരകൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം പറഞ്ഞത് ഏഴുകുന്ന തരകനാണ്. മമ്മൂട്ടിയുടെ സിനിമയുണ്ട്, മമ്മൂക്കയുടെ സിനിമയുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മകളുടെ നാട്ടിൽ എന്ന പുസ്തകം എഴുതിയത് പുത്തൻകാവ് മാത്തൻ തരകൻ. ഇവിടെ 4 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പഠിച്ചു വച്ചേക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ 2025 ഒരു PSC പരീക്ഷയിലാണ് ഈ 4 പുസ്തകങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓർമ്മയുടെ ഓളങ്ങളിൽ G. ശങ്കരക്കുറുപ്പാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ. ഓർമ്മകളുടെ നാട്ടിൽ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് പുത്തൻകാവ് മാത്തൻ തരകൻ. ഈ 4 പുസ്തകങ്ങൾ വാക്കണമല്ലോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ. ഈ പുസ്തകം എഴുതിയത് AV അനിൽകുമാറാണ്. AV അനിൽകുമാർ. AV അനിൽകുമാർ എന്ന വ്യക്തിയാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന പുസ്തകം എഴുതിയത്. ഈ പുസ്തകം ഇതൊരു ജീവചരിത്ര ഗ്രന്ഥമാണ്. EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിനെ പറ്റിയുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന പുസ്തകം. ഇത് എഴുതിയത് വ്യക്തിയാണ് AV അനിൽകുമാർ. ഇതൊരു ജീവചരിത്ര ഗ്രന്ഥമാണ്. പിന്നെ ഇവിടെ ഈ ഓർമ്മയുടെ എന്നുള്ള സംഭവം ഞാനിത് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചോദ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ സംഭവം ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതെന്ന് പറയുമ്പം ജീവചരിത്ര ഗ്രന്ഥമാണ്, ആത്മകഥയല്ല. ഇതൊരു ജീവചരിത്ര ഗ്രന്ഥമാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയെ പറ്റി നോക്കാം. ഇദ്ദേഹത്തിന്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് മന്നത്ത് പത്മനാഭനാണ്. KP കേശവ മേനോൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. KP കേശവ മേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. എങ്കിൽ ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ജീവിത സമരം ഇത് C. കേശവൻ. പഴയ ഒരു കോഡുണ്ടല്ലേ, പറയൂ കേശവ എന്ന് പറയുന്നത് എന്തോ ഒരു പഴയൊരു കോഡുണ്ട്. ആ കോഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു കോഡ് നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് ഇടുക. പറയൂ കേശവ എന്ന് പറഞ്ഞ് എന്തോ ഒരു പഴയൊരു കോഡുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കോഡാണ്. ആ കോഡിനെ പറ്റി ഞാൻ മറന്നുപോയി. പക്ഷേ അത് എന്തിൻ്റെ കോഡാണെന്നുള്ളത് എനിക്കറിയണം. പക്ഷേ എന്തോ കേശവൻ നേട്ടപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിനകത്ത് ഇടുക. ഓക്കെ, അടുത്തത് ജീവിത രസങ്ങൾ. ഇത് എഴുതിയത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിത രസങ്ങൾ. പിന്നെ ഒരു നോവലുണ്ടല്ലോ ചങ്ങമ്പുഴയുടെ ആത്മകഥ നമുക്ക് നോക്കാം.
ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. 5 പറഞ്ഞു. ഏതൊക്കെയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. പിന്നെ കഴിഞ്ഞ കാലം KP കേശവ മേനോൻ, ജീവിത സമരം C കേശവൻ, ജീവിത രസങ്ങൾ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. പിന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. ചട്ടമ്പി സ്വാമി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ചട്ടമ്പി സ്വാമിയുടെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആദിഭാഷ. ഇവിടെ എഴുതിട്ട് ഇവിടെ എഴുതാം. ആദിഭാഷ ചട്ടമ്പി സ്വാമിയുടെ ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ പ്രാചീന മലയാളം, അതായത് ഏകദേശം 2021-26 കാലഘട്ടത്തിനകത്ത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഈ 2 സംഭവം. ഈ 2 ചട്ടമ്പി സ്വാമികൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകമാണെന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. കാര്യം ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഈ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് പഠിച്ചു വെച്ചോളാം. ആദിഭാഷ പ്രാചീന മലയാളം ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ പരീക്ഷ സമയത്ത് ടെൻഷൻ കാരണം പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ ഒരു സ്റ്റോപ്പ് വാച്ച് പേരുണ്ട്, ഇതൊന്ന് ബോക്സ് വരെ ചാടൽപ്പെടുത്തിയിട്ട് പഠിച്ചോളാം. ആദിഭാഷ പ്രാചീന മലയാളം എന്നീ പുസ്തകങ്ങൾ ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തൃക്കോട്ടൂർ പെരുമ എഴുതിയ വ്യക്തിയാണ് U.A. ഖാദർ. ഇനി ഞാൻ പറയാൻ പോണത് ആത്മകഥ പരമായിട്ടുള്ള പുസ്തകങ്ങളല്ല. 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിനകത്ത് PSC പരീക്ഷകൾ വിവിധ തരം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോണത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ കൂടി നോട്ട് എഴുതിയെടുക്കണം. തൃക്കോട്ടൂർ പെരുമ, അതായത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള തൃക്കോട്ടൂർ പെരുമ എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് U.A. ഖാദർ. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോക്കിയോളേ. ഇതെഴുതിയത് മുതുകാട്, മജീഷ്യൻ ആയിട്ടുള്ള മുതുകാടിൻ്റെ പുസ്തകമാണേ. മജീഷ്യൻ മുതുകാടിൻ്റെ പുസ്തകമാണ് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം. ഇതിനെപ്പറ്റി 2023 PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു തോമസ് ഐസക്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് തോമസ് ഐസക്, TM തോമസ് ഐസക്. ഇദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, കേരളം മണ്ണും മനുഷ്യനും എന്ന പുസ്തകം എഴുതിയത് TM തോമസ് ഐസക്. ഇദ്ദേഹം നമ്മുടെ മുൻപത്തെ ധനകാര്യ മന്ത്രിയായിരുന്നു. ധനകാര്യ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രി ആയിരുന്ന വ്യക്തിയാണ് തോമസ് ഐസക്. നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള വ്യക്തിയാണ്. പിന്നെ SK പൊറ്റേക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാടകമാണ് അച്ഛൻ. SK പൊറ്റേക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാടകമാണ് പൊറ്റേക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാടകമാണ് അച്ഛൻ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുള്ളതാണ്. SK പൊറ്റേക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാടകം അച്ഛൻ. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ്, ഇത് 2026 നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ്, സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം എഴുതിയത് TH മാർഷലാണ് സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം 2026 PYQ ആണ്. PYQ എന്ന് പറയുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മുൻവർഷ ചോദ്യം, സിമ്പിളായിട്ട് പറഞ്ഞ മുൻവർഷ ചോദ്യം. പിന്നെ ആത്മകഥ എന്ന് പറഞ്ഞ ഡയറക്റ്റുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. എൻ്റെ അനുഭവം, ഞാൻ ഈ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞത് ആത്മകഥ എന്ന് പറഞ്ഞ ഡയറക്റ്റ് ചോദ്യം പറഞ്ഞത് വളരെ കുറവാണ്. പക്ഷേ അതിന് പകരമായിട്ട് U.A. ഖാദറിൻ്റെ മറ്റ് കൃതികളുടെ കാര്യം നിങ്ങൾ പഠിച്ചു ചെയ്യണം. U.A. ഖാദറിൻ്റെ ഈ പുസ്തകം ആ പുസ്തകം അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് പഠിച്ചോളാം. പിന്നെ കറണ്ട് അഫയേഴ്സ് അറിയാലോ, PSC ബുള്ളറ്റിൻ, അതിനകത്ത് പറഞ്ഞ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ, ആ കറണ്ട് അഫയേഴ്സിന് ബന്ധപ്പെട്ട വ്യക്തികളുടെ പുസ്തകം പഠിച്ചു വയ്ക്കണം. ഇതാണ് പോയിന്റ്. അതായത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികളുടെ പുസ്തകങ്ങൾ എന്തെങ്കിലും അതങ്ങ് പഠിച്ച് തീർത്തോളണം. അത് കൂടുതലും ചോദിക്കാനുള്ള സാധ്യതകളുള്ളൂ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളത് പറയാനുള്ളൂ. ഓക്കെ, ബൈ.